ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്നൊരു മൈൻക്രാഫ്റ്റാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റ് നമ്മൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. സർവൈവലാണ് കളിക്കുന്നത്. നോർമൽ ഹാർഡ് കോറില്ല. ഹാർഡ് കോർ നിങ്ങൾ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് കോർ കൊണ്ടുവന്നതായിരിക്കും. നമുക്ക് വേൾഡിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം. കാരണം നമ്മൾ വേറെ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടത്തുള്ളൂ. അപ്പോൾ ഈ നേരം കൊണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ, നമ്മൾ സ്പോൺ ചെയ്തേക്കുന്നത് കുഴപ്പമില്ലാത്തൊരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഷീപ്പിനെ വെട്ടിക്കൊല്ലാം. അതാകുമ്പോൾ നമുക്ക് കിടക്കാനുള്ള സൗകര്യം കിട്ടും. ഞാൻ ടച്ചങ്ങ് വിട്ടുപോയി. കുറേ നാളായി ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് അതിൻ്റെതായൊരു ടച്ച് കിട്ടുന്നില്ല. ഇതിനോട് കുഴപ്പമില്ല. കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുള്ളത് അതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു മാളം ഉണ്ടാക്കണം. എവിടെയെങ്കിലും ഒരു നല്ലൊരു മാളം കിട്ടണം. ജസ്റ്റ് 1 ഡേ സർവൈവിങ്ങാണ്. നമുക്ക് ഇവിടെ ഒരു ബേസ് ഒന്ന് പണിയാക്കണം. നമ്മൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് വീട് പണിയുന്നിടം വരെ. ഗെയിം വുഡ് എടുക്കാം. വുഡാണ് ദ മെയിൻ തിങ് ഓഫ് ദ ഗെയിം. പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എല്ലാ ആവശ്യത്തിനും നമുക്ക് വുഡ് വേണം. വുഡാണ് നമ്മളെ മെയിൻ തിങ്. പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് വേണം. അതിന് നമുക്ക് വുഡ് തന്നെ വേണം. നമുക്ക് ആദ്യം ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അതിൽ ബെഡ് ഉണ്ടാക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് ഉണ്ടായി വരുമ്പോൾ നമ്മൾ തന്നെ ഇത് വെട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 മരം കൂടെ വെട്ടണം. നമുക്ക് വുഡിൻ്റെ ആവശ്യം കൂടുതലാണ്. ഓക്കെ, വുഡെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ്. വുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വുഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റിന് സോംബിയൊക്കെ വരുമ്പോൾ പിടിച്ചിരിക്കണം. ഇത് പുതിയൊരു അപ്ഡേറ്റാണ്. എന്ന് പറയുന്നത് ഒരു പുതിയൊരു അപ്ഡേറ്റാണ്. നല്ല അപ്ഡേറ്റൊന്നും അല്ല. നമ്മൾ മരം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിതും കയറി വരും. നല്ല പ്രശ്നമില്ല. ഓക്കെ, നമുക്കപ്പം ഇനിയൊരു കാര്യം ചെയ്യണം. നമുക്കിത് പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് ആക്കിക്കണം. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും വെക്കാം. ബാക്കി പ്ലാങ്ക് ആക്കാം. എല്ലാം പ്ലാങ്ക് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റിക്കും കൂടെ നമ്മളങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റിക്ക് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പിക്കാക്സും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ടേബിൾ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്കൊരു ഇത് അത്യാവശ്യമാണ്. പിന്നെ ഒരു പിക്കാക്സ്. ഓക്കെ, ഇത്ര നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, തടി. ഓക്കെ, തടിയുടെ അച്ചീവ്മെൻറ്റ് അൺലോക്ക് ആയിട്ടുണ്ട്. ഇവിടെ പറ്റുന്നതാണ് വലിയ ബേസ്. ഇത് ചെറിയ ബേസ് നമ്മൾ കെട്ടണം. കാരണം നമുക്ക് ഒരു ദിവസത്തേക്ക് നമ്മൾ നിൽക്കണം.
വെച്ചിട്ടുണ്ട് നമ്മൾ. അത് മതി. പിന്നെ ബെഡ് ഉണ്ടാക്കാം. ബെഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ റീസ്പോൺ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയി ചത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ തിരിച്ച് റെസ്പോൺ ആകും. പിന്നെ കഥക് വേണം കേട്ടോ. അല്ല വൈകി സോംബിയെല്ലാം ഇങ്ങോട്ടൊക്കെ കയറി വരും. അപ്പോൾ വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഡോറ് കിട്ടും. അതിന് കിട്ടുമ്പോൾ 3 ഡോറായിട്ടാണ് നമ്മളിനി കുറച്ച് ക്രൂരനാകാൻ പോവുകയാണ്. എല്ലാണത്തെ വെട്ടി തീർക്കാൻ പോവുകയാണ്. കാരണം നമുക്കും തിന്നണ്ടേ. അപ്പം ഇയാട് വെട്ട് കളയാം. ഓക്കെ, വെട്ടിക്കോ. പണ്ണിക്കുട്ട സോറി സോറി. വെട്ടുക. എനിക്കും എല്ലാം കഴിക്കണ്ടേന്നേ. ഇതിനെ വെട്ടിക്കളഞ്ഞുണ്ട്. ഒരു പാവം ആണ്. ഇവിടെ നല്ല കേവ് വല്ലതും ഉണ്ടോ നോക്കാം. കേവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും, മൈൻഡ് ചെയ്യാൻ പറ്റും. കേവൊക്കെ തപ്പിയിട്ട് വരാം. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് സ്റ്റോണിങ് എടുക്കാം. സ്റ്റോണാണ് നമുക്ക് ആവശ്യം കൂടുതൽ. ഒരു മൈൻ തുടങ്ങാമെന്നാണ്. ഈ പിക്കാക്സൊക്കെ പൊട്ടിപ്പോകും. നമുക്ക് അയണിൻ്റെ പിക്കാക്സൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും വേണ്ടത്, നമുക്ക് കോള് വേണം. കോള് കോള് ഞാൻ കണ്ട്. കോള് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരമായി. വൈകുന്നേരമാവുന്നില്ല. വൈകുന്നേരത്തിന് ചെല്ലും. കാരണം തോന്നിയൊക്കെ ഇറങ്ങും. നോക്കും വെച്ച് കയറാവും. പണ്ടൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു ഞാൻ. ഇപ്പോൾ പയ്യെ എക്സ്പേർട്ടായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എടുക്കാം. നമുക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണം. ഇത് കോളെന്ന് പറഞ്ഞാൽ കുറേ കിട്ടും. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീടൊക്കെ കുറേ ഇതുപോലെയൊക്കെ കാണും. അപ്പം അങ്ങനെ അൺലിമിറ്റഡ് പോലെ ഇരിക്കുന്ന സാധനമാണ് ഈ കോളെന്ന് പറയുന്നത്. കുറേ കിട്ടും ഇതിനകത്ത്. പണ്ട് ഞാൻ ഗെയിം കളിച്ചപ്പോഴത്തേനും ഇത് പണ്ട് ഞാൻ കളിക്കാറുണ്ടായിരുന്നതായിരുന്നു. പണ്ട് ഞാൻ ഗെയിം കളിച്ചപ്പോഴത്തേനും ഇഷ്ടം പോലെ കോളെന്ന് പറഞ്ഞാൽ കോള് മാത്രമേ ഉള്ളൂ. ഒരു കോള് പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോളിൻ്റെ ഭാഗത്തേക്ക് പോകും. അപ്പം അമ്മായി കോളൊക്കെയാണ് ഈ ഗെയിമിനകത്തുള്ളത്. അപ്പോൾ കോളൊക്കെ അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട്. അതൊക്കെ ചൂടുന്ന സ്റ്റോൺ എടുത്താൽ സ്റ്റോണിനടുക്കുന്ന അയണെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പം കുറച്ചുകൂടി സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. പിക്കാക്ക പൊട്ടാറായി. നമ്മുടെ ഷോർട്സൊക്കെ ഒന്ന് കാണണം കേട്ടോ. നമ്മുടെ ഷോർട്സിനൊക്കെ ഭയങ്കര വ്യൂസ് ദാരിദ്ര്യമാണ്. അപ്പോൾ നിങ്ങൾ ഷോർട്സൊക്കെ ഒന്ന് കാണുക സമയം കിട്ടുമ്പോൾ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കണം. അങ്ങനെയാണ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കഴിഞ്ഞു. ആഴ്ച കാണും.
ഇതൊന്നും ജയിക്കാൻ ഡ്രൈനൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ദൗത്യമാണ്. ഇത് ഭയങ്കര പാടാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നാളെ ആകുമ്പോഴത്തേനും കുറച്ച് ഫുഡ് സോഴ്സ് കുറച്ച് കൂടുന്നതായിരിക്കും. വൈകുന്നേരം എൻ്റെ വീട് കിട്ടി. ക്രീപ്പർ ഒന്ന് പൊട്ടിക്കറി എന്നാൽ മതി. ക്രീപ്പർ വലിയൊരു ശല്യമാണ് ഈ ഗെയിമിനകത്ത്. ഓക്കെ, എത്ര കിടന്നു രാവിലെ ആയിട്ട്. ഓക്കെ, ഒരു കാര്യമുണ്ട്. നമുക്ക് അയണിൻ്റെ ഇല്ല സ്റ്റോണിൻ്റെ ഒരു ആക്സ് ഉണ്ടാക്കിയിട്ട് വേണം. രാവിലെ ഫുൾ ഹോസ്റ്റൈൽ മോബ്സ് ആയിരിക്കും. എന്നാണ് കുറേ ഞങ്ങളെയൊക്കെ വെട്ടി ക്രൂരാണ്. കുറേ ഫുഡിൻ്റെ ആവശ്യമുണ്ട്. പശുവിനെ വന്നേക്കാം. പശുവിനെയൊക്കെ നമുക്ക് എതറ് കിട്ടില്ല. കിട്ടില്ല. മൃഗങ്ങളെയൊക്കെ ഉപദ്രവമില്ലാത്ത മൃഗങ്ങളെയൊക്കെ തല്ലിക്കൊന്ന് കുഴിച്ചു പോകുന്നു. സൂര്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒയ്യോ ഒരു വലിയ മലയുണ്ട്. അവിടെയൊക്കെ ഫുൾ കേവ് ആൻഡ് കാര്യങ്ങളായിരിക്കും. നമുക്ക് ഇന്നിപ്പോൾ അങ്ങോട്ട് പോകാം. ഓക്കെ, പിന്നെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യണം. കൃഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ ഫുഡ് സോഴ്സൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ കുറേ തിന്നാനൊക്കെ പറ്റും. കുറച്ച് ഫുഡ് കഴിക്കട്ടെ. ഹെൽത്ത് ബാർ ഉണ്ടോ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഒരു തോണി വേണം കേട്ടോ. ഗെയിമിനകത്ത് നമുക്ക് എല്ലാ അത്യാവശ്യം തന്നെയാണ്. അത് ജീവിക്കണമെങ്കിൽ ഗെയിമിനകത്ത് എല്ലാ അത്യാവശ്യമാണ്. ഈ ക്രീപ്പറെ ബാക്കിൽ ഒന്ന് പൊട്ടായിരുന്നാൽ മതിയായിരുന്നു. അവിടെ കുറേ കോഴിയുണ്ടാ. കോഴിനെ ഒറ്റ ക്ലിക്ക് ചെയ്ത് നമുക്ക് തട്ടാൻ പറ്റും. അതൊക്കെ അതിൻ്റെ 2 ഹാർട്ടേ ഉള്ളൂ. മാക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ ഡാമേജാണ്. ചൂട് വെച്ച് ഡബിൾ ഡാമേജാണ്. ഇത് കുറേ ബുദ്ധിമുട്ടുണ്ടാകാം. ഓ ഗൈസ്, മറ്റേ സ്ഥലം എനിക്ക് മരം കണ്ടെന്ന് തോന്നുന്നുണ്ടോ? മറ്റേ മരമാണത്. മറ്റേ എന്തോ ഒരു സൈസ് പ്രത്യേക സൈസ് ഇല ഉണ്ടാകുന്നൊരു ചെടിയാണത്. നമുക്ക് മുകളിൽ കയറി പോവാം. അതിനെന്താ നോക്കി കോള് കിട്ടുമെന്ന് നോക്കട്ടെ. കോളിന് ലിമിറ്റേഷൻ ഒരു സാധനമൊന്നുമില്ല. കാരണം കോള് ഇഷ്ടം പോലും. ഇത് ഹോസ്റ്റേജ് കുഴിയാണ്. കണ്ടാൽ ഇത് ഹോസ്റ്റേജ് മോബ്സാണ്. അവിടെ കുറേ കാര്യങ്ങൾ കാണും. അങ്ങോട്ടൊന്നും പോകത്തില്ല. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ് ചാവേണ്ടി വരും. അപ്പോൾ അത്രയും ഗതികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഓ അതൊക്കെ ഓക്കെ. പുല്ലൊക്കെ വെച്ച് നോക്കാം. പുല്ലൊക്കെ നാളെ തന്നെ വളർന്നു വരും.
ഓക്കെ നമുക്ക് തിരികെ വീട്ടിൽ പോകാം. വലിയ സിഗ്നൽ വെക്കണം നമ്മുടെ വീട് കാണാനായിട്ട്. റെസ്പോൺ പോയിന്റ് ഉണ്ട്, എന്നാലും മരിക്കാൻ പറ്റത്തില്ല. മരിച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പം എല്ലാവർക്കും ബൈ. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.